സമയം രാവിലെ 9 മണി കഴിഞ്ഞു. 4 ഡിഗ്രിയാണ് പുറത്ത്. കാഴ്ച ഇതാണ്. സൂര്യൻ എത്തി നോക്കിയിട്ട് പോലുമില്ല. വരും എന്നുള്ള പ്രതീക്ഷയിലൂടെ ഇരിക്കുന്നു. ഹങ്കുവിന് ഞാൻ ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് 9:30ക്കാണ്. അവൻ സുഖം ഉറക്കുക. നല്ല സുഖമല്ലേ ഉറങ്ങുന്നേ, കാലൊക്കെ കുത്തി നല്ല ഉറക്കുക. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ ദോശമാവ് അരച്ച് നമ്മുടെ റൂം ഹീറ്ററിൻ്റെ താഴെ, ഓയിൽ ഹീറ്ററിൻ്റെ താഴെ കൊണ്ട് വെച്ചാട്ടോ. പ്രത്യേകിച്ച് അനക്കമൊന്നും കാണുന്നില്ല, എങ്കിലും പോട്ടെ. നമുക്ക് ദോശ ഇഡലിയും കഴിക്കാൻ ആഗ്രഹം എന്തായാലും ഉണ്ടല്ലോ. ഇഡലി പറ്റില്ല കേട്ടോ, ദോശയ്ക്ക് എന്തായാലും സെറ്റാവും. അപ്പം നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് കാണുന്ന കാഴ്ചയാണ്. ആ കാണുന്ന ഓറഞ്ച് മരം കുറേ വർഷമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയിട്ട് പോലും ഒരു ഓറഞ്ച് പോലും ഇതുവരെ ഇതിനകത്ത് പിടിച്ചിട്ടില്ല. ഇനി അടുത്ത വർഷമെങ്കിലും കായ്ക്കുമായിരിക്കും. വാങ്ങൂ, ഒരു 10 മിനിറ്റും കൂടെ കിടക്കട്ടെ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പതിവ് പരിപാടികൾ രാവിലെ ആയല്ലോ, തുടങ്ങിയല്ലേ പറ്റൂ. രാത്രി ഓഫീസിൽ പോയി, ഇനി കിച്ചണിലോട്ടൊന്ന് കയറാം. രാവിലെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കുറേ ഇലകൾ വാങ്ങിച്ച് വെച്ചത് കണ്ടില്ലേ? അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മണ്ണൊക്കെ മാറ്റി കഴുകിയിട്ട് വേവിച്ച് വെക്കുകയാണ്. ഇത് നമുക്ക് സാഗ് ഉണ്ടാക്കാനാ. ഇത് പനീരിട്ടോ ചിക്കനും മട്ടണോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം, കോണോ സോയയോ. തണുപ്പത്ത് ഇത് ബെസ്റ്റാണ്. അപ്പം നമ്മൾ 3-4 ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ പാലുകാരൻ ബില്ലു പാല് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ രാവിലെ വൈകുന്നേരം 1 ലിറ്റർ വീതം വാങ്ങുന്നത്. കാരണം എക്സ്ട്രാ ഉള്ള പാൽ ഇങ്ങനെ അങ്ങ് തീർക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പാല് ഇരിക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമല്ലേ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പാല് കൊണ്ടാകട്ടെ എന്ന് വെച്ചു. അപ്പം നമ്മുടെ തുണികൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 3-4 ട്രിപ്പ് കഴുകി പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടെന്ന്. അത് കുറേശ്ശെ ഹീറ്ററിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ഉണക്കി മടക്കി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഈ സമയത്ത് ഇവിടെ ഉള്ളവർ വെള്ളം കുറച്ചെങ്കിലും ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ പച്ചവെള്ളം അങ്ങ് കുടിക്കുക, എനിക്ക് അതാ ഇഷ്ടം. ഈ സമയത്ത് നമ്മൾ പച്ചവെള്ളം അങ്ങനെ കുടിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് പറയും. പക്ഷെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ദൈവമേ വരാതിരിക്കട്ടെ. എന്തായാലും ഞാൻ പച്ചവെള്ളം അങ്ങനെ അങ്ങ് കുടിക്കും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നല്ലേ? പാല്, അതിനകത്ത് ഞാൻ നമ്മുടെ വെർമസെലി സേമിയ നെയ്യിലൊന്ന് വറുത്ത് കുറുക്കി ഏലക്കയൊക്കെ ഇട്ടിട്ട്, പിന്നെ പാലും കൂടെ അതൊന്ന് വെന്ത് വന്നിട്ട് പിന്നെ ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ആസ് യൂഷ്വൽ കൂടെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഉപ്പില്ലാത്ത ശർക്കരപ്പൊടി ആയതുകൊണ്ട് പിരിയത്തില്ല കേട്ടോ. ഇവിടെ നല്ല ശർക്കരപ്പൊടി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതിൻ്റെ കൂടെ ഒരു പഴവും കൂടെ ഞാൻ കഴിക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ കോംബോ വേറെ ലെവലാണ്. അപ്പോൾ അത് കഴിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് ക്ലീനിങ്ങിന് വന്നു കേട്ടോ. ഇപ്പം നേരത്തെ വന്നിട്ട് പോകും, തണുപ്പായണ്ടേ. ഇത് ലഞ്ചിൻ്റെ സെറ്റപ്പാട്ടോ. ബത്തുവ എന്ന് പറയും ഇവിടെ. ഒരു സൈസിൽ ചീരയാണ്, നല്ല ടേസ്റ്റി ചീരയാണ്. ഇത് ജസ്റ്റ് നെയ്യിൽ നമ്മുടെ വറ്റൽമുളകൊക്കെ ഇട്ടൊന്ന് വറുത്തിട്ടിട്ട് ഒന്ന് വാട്ടി അല്ലെങ്കിൽ വഴറ്റിയെടുത്താൽ അത് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. തണുപ്പ് സമയത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. പിന്നെ കൂടെ ഞാൻ കുറച്ച് ദാല് വെച്ചു. ഞാൻ ചോറിനെക്കാട്ടിയും കൂടുതൽ പച്ചക്കറികൾ കഴിക്കാനാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് RBC റാഡിഷ് ബീട്രൂട്ട് ക്യാരറ്റ് കേട്ടോ. അതൊന്ന് മെഴുക്ക് വരട്ടി, നമ്മുടെ ABC എന്ന് പറയുന്ന പോലെ വേവിച്ച RBC ബ്ലഡ് ഉണ്ടാവുന്നല്ലേ അല്ലേ. ചോറും എന്തായാലും വെച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ വയറ് ഫില്ലാവും, ഹെൽത്തിയുമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബൂന്തി റൈത്തയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തൈരിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ റൈത്ത ബൂന്തി ഇട്ട് കൊടുത്തിട്ട്, അങ്കുവിന് ഇത് മാത്രം മതി, ചോറ് ഇത് മാത്രം കൊടുത്താലേ അവൻ കഴിച്ചോളും, അല്ലെങ്കിൽ വെറുതെ ആയാലും കഴിച്ചോളും. അവൻ അത്ര അഡിക്റ്റാണ് ഇതിൽ. ഇന്ന് ഞാൻ കഴുകാനൊന്നും ഇട്ടില്ല കേട്ടോ, കാരണം ഓൾറെഡി ഉള്ള കുറച്ച് സെറ്റ് അത്യാവശ്യമുള്ളതൊക്കെ കഴുകി ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടാന്ന് വെച്ചു. നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മട്ടർ പൊളിക്കുന്നത് നമ്മുടെ അങ്കു കേട്ടോ. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇരുന്ന് പൊളിക്കാൻ. ഇത് പൊളിക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്, അവന് ഇഷ്ടമാണ്. അതെ, പൊളിച്ചിട്ട് തരുന്നുണ്ട്. നമ്മുടെ ഡിന്നർ അപ്പം ഇന്ന് എന്താ വെച്ചാൽ ബട്ടർ മട്ടർ പനീർ മസാല. അതിനായിട്ട് കടായിൽ ബട്ടർ ഇട്ടിട്ട് ഓണിയന് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റി മസാല ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കാണിക്കുന്നില്ല. അതിലേക്ക് ഫ്രഷ് മട്ടർ കഴുകി ഇട്ട് കൊടുക്കാം. ഫ്രഷ് മട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം കിട്ടോ, മറ്റേ ഡ്രൈ മട്ടർ പോലെ അല്ലല്ലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. പിന്നെ പനീർ ഞാൻ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അതും കൂടെ ഇട്ടിട്ട് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. പനീറും ഇട്ട് കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പനീറിനും വേഗമൊന്നും ഇല്ലല്ലോ. ഇതിലേക്ക് ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മുടെ മല്ലിയിലയും കൂടെ ഒന്നിട്ട് സെറ്റപ്പ് ആക്കിയാൽ നമ്മുടെ ബട്ടർ മട്ടർ പനീർ മസാല കിടിലൻ ടേസ്റ്റിൽ കിട്ടും. കൂടെ ചപ്പാത്തി തന്നെ മസ്റ്റാണ്. അതെ, ചപ്പാത്തിയും വടയേന്ന് ചുട്ടെടുക്കാം കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാലും രുചിയായിട്ട് കഴിക്കാമല്ലോ. തണുപ്പത്താണ് നമുക്ക് കൂടുതൽ ക്രേവിങ്സ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ചൂട് സമയത്ത് നമ്മൾ കുറേ വെള്ളം കുടിച്ച് നമ്മുടെ ടൈം എല്ലാം സ്പെൻഡ് ചെയ്യും. ചപ്പാത്തി ഡിന്നറും റെഡി.
അപ്പോൾ ഞാൻ കാശ്മീർ പോയിരുന്നെന്ന് പറഞ്ഞല്ലോ. ജസ്റ്റ് ഒരു ന്യൂ ഇയർ വെക്കേഷൻ, അങ്കൂന് സ്കൂളൊക്കെ ഇപ്പോൾ അടച്ചേക്കുമായതുകൊണ്ട് നമ്മുടെ ന്യൂ ഇയർ ടൈമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വെച്ചാൽ രാക്കേക്ക് കുറച്ച് ജോലി പെട്ടെന്ന് ഓഫീസിൽ വന്നുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് അന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടാണിത്. റോസാപ്പൂ ഒക്കെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ലഞ്ച് കഴിക്കാൻ ഞാനും എൻ്റെ കൂടെ അങ്കുവും ഉണ്ട്. രാക്കേക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 3 മണി കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ. ഇപ്പോൾ ഒരു 2:30 വരെ അവിടെ ലഞ്ചുണ്ട്. നമ്മളതേ അങ്ങോട്ട് പോവുക. ഗസ്റ്റ് ഹൗസിന് ഫ്രണ്ടിലെത്തി. ഒരു കുഞ്ഞു പോലും റോഡിലൊന്നും ഇല്ല കേട്ടോ. തലേദിവസം കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫോഗും കാര്യങ്ങളും ഒന്നുമില്ല. ചെറിയ തണുപ്പും ഒരുവിധം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് മട്ടർ, അതായത് വെജ് പുലാവാണ്. ദാലുണ്ട്, ഗോപിയുടെ ഒരു മസാലയുണ്ട്, പിന്നെ ശൽഗം എന്ന് പറഞ്ഞ ഒന്നിൻ്റെ സബ്ജി അതുണ്ട്, ബട്ടർ റൊട്ടി അത് ചൂടോടെ കൊണ്ടുവരും കേട്ടോ, നമ്മളവിടെ ഇരുന്നാൽ മതി. നമ്മുടെ ഡെസേർട്ടായിട്ട് ക്യാരറ്റ് ഹൽവ ആയിരുന്നു. പിന്നെ റൈത്ത, സാലഡ്, സൂപ്പ്, അച്ചാർ, പപ്പടം. ഞാനെടുത്ത എൻ്റെ പ്ലേറ്റ് ഇതാണ്, എനിക്കിത് മതി. അങ്കു ചോറെടുത്തില്ല, കുറച്ചേ കറി എടുത്തു, സൂപ്പ് കുറച്ചെടുത്തു. അവന് റൊട്ടി ചൂടോടെ കൊണ്ടുവന്നു, അവനതാ കഴിച്ചത്. ഗാജർ ഹൽവ, നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവർ പാല് കുറുക്കിയാണ് എടുത്തേക്കുന്നത്, വലിയ മധുരവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കത് കഴിക്കാൻ പറ്റി. അങ്കു കുറച്ചേ കഴിച്ചോളൂ, ബാക്കി എനിക്ക് തന്നു. ഞാൻ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെ വയറങ്ങനെ പെട്ടിയായി. ഇനി നമ്മൾ 3 മണിക്ക് ശേഷം ഇറങ്ങും. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ കഴിക്കാൻ. ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അത് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തലേദിവസം കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ നടക്കാൻ വരുന്നത്. ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ചുറ്റും. നമ്മുടെ ബൊഗൈൻവില്ലയുടെ ആ ഒരു ഏരിയയുടെ സൈഡിലായിട്ടാണ് ഓപ്പൺ ജിമ്മുണ്ട്. ജിമ്മിലൊന്നും ഞാൻ പോകാറില്ല. അതിനപ്പുറത്തോട്ടൊരു ചെറിയ റൗണ്ടും ഉണ്ട്. ഈ 2 റൗണ്ടും നമുക്ക് നടക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ നടക്കാം. അങ്ങ് ജിമ്മിൽ കയറുന്നുണ്ടോ? അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. ആയോ ചെളി കാണുവേ, വായോ. തണുപ്പായതുകൊണ്ട് തന്നെ സാധാരണ ഇവിടെ മാലികൾ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്ന, ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല. നമ്മുടെ ചൂടത്ത് നമ്മളെ സഹായിക്കുന്ന മരങ്ങൾ, നല്ല തണലോടുകൂടി പോകാൻ പറ്റുന്ന. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നടന്നെടുത്തു. ഞാൻ പറഞ്ഞില്ല 3 മണിയാകുമ്പോൾ ഇറങ്ങും. വന്നിട്ട് എല്ലാ പെട്ടിയും പാക്ക് ചെയ്ത് വെച്ചിരുന്നേ. അതേ നോക്കിയേ, ഇതെന്നെ ബാഗ്. സോറി, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ജാക്കറ്റ്സ് ഒക്കെ കുറേ എടുത്ത് വെച്ചു. ഒരു 3-4 ദിവസം ട്രിപ്പായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് കിട്ടിയില്ലല്ലോ വെച്ചാൽ. നമ്മുടെ ചാർജറാട്ടോ, ചാർജറിൻ്റെ ഹെഡാണ്. കാറിൽ ആ ചാർജറിൻ്റെ ഹെഡ് ആവശ്യമില്ല, ജസ്റ്റ് അവളി കുത്തിയാൽ മതിയല്ലോ. അപ്പം ഞാനത് സെപ്പറേറ്റ് എടുത്ത് വെച്ചു. അപ്പം നമ്മുടെ കാറ് ഈ കോലമായിരുന്നു. എന്തൊക്കെ അതിനകത്ത് കുത്തിക്കയറ്റാവോ എല്ലാം ഡ്രസ്സുകളാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ഡെക്കാത്ലോണും കൂടെ പോകുന്നുണ്ട്. അവിടുന്ന് കുറച്ച് സാധനം കൂടെ വാങ്ങുന്നുണ്ട്. ഷൂസൊക്കെ വാങ്ങണം, മഞ്ഞിലിട്ടുകൊണ്ട് നടക്കേണ്ട ഷൂസ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അതുകൊണ്ട് ഇനി നമ്മൾ ചണ്ഡീഗഡിൽ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മണിയായി ഞങ്ങൾ ഇറങ്ങി. അപ്പം 3 മണി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ചണ്ഡീഗഡിൽ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവിടുന്ന് നമ്മൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ചണ്ഡീഗഡിൽ ഡെക്കാത്ലോൺ ഉണ്ട്, അവിടെ തന്നെ പോയി വാങ്ങാമെന്ന് വെച്ചിട്ട് പോവാണ്. ആദ്യം ഡെക്കാത്ലോണിൽ പോയി സാധനം വാങ്ങും, അതിനുശേഷം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. നമ്മുടെ പ്ലാനിനകത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അധികം കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് കാണാനാണെങ്കിൽ കുറേ സംഭവങ്ങൾ പ്ലാനിന് ചുറ്റും തന്നെ ഉണ്ട്. പെട്ടെന്ന് പോക കയറിയിരുന്നില്ലേ. ഈ ഫോഗ് കാരണം കേട്ടോ ഇന്ന് നമ്മൾ ചണ്ഡീഗഡിൽ സ്റ്റേ ചെയ്യുന്നത്. അറിയാൻ പറ്റത്തില്ല, രാത്രി പിന്നെ ഡ്രൈവിങ് പാടല്ലേ. അപ്പോൾ നമ്മുടെ കടുക് പാടങ്ങളും ഗോതമ്പ് പാടങ്ങളും അരിപ്പാടങ്ങളും എല്ലാം ഇങ്ങനെ ഉണ്ടോ. ഇതൊക്കെ നമ്മുടെ തണുപ്പ് കാലത്തെ ഹരിയാനയുടെ കാഴ്ചകളാണ്. എല്ലാം ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് കാണാൻ പറ്റുന്നത്. ഇതിവിടെ കാണുന്ന ഗർഭിണി ട്രക്കുകളാണ്. ഞങ്ങൾ പോകാൻ നേരം 1 അല്ല 4 എണ്ണം അടുപ്പിച്ച് വരിക. അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ്, സൂക്ഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ഗ്രാമപ്രദേശമല്ലേ, അപ്പോൾ അതിൻ്റേതായ ഈ കച്ചിയും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഓരോ സ്ഥലങ്ങളിലേക്ക്. കണ്ടോ എന്തോരം വലുതാണെന്നറിയാം. അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. വലിയ ട്രാക്ടർ പോലത്തെ സാധനത്തിലാണ് കൊണ്ടുപോകുന്നത്. കണ്ടോ അതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ചെവി പൊട്ടുന്ന ശബ്ദമാണ്. അപ്പം എന്തായാലും നമ്മൾ അതിനെയൊക്കെ കടന്ന്, ഇതൊക്കെ കേട്ടോ കടകളും കാര്യങ്ങളും, ഇവർ ചായയും കാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് ഒരുപാട് കുടിക്കുന്ന ഒരു ടൈമല്ലേ. പിന്നെ ഇവർക്ക് മെയിൻലി ഈ നമ്മുടെ എരുമ, പശു ഇത് തന്നെ. ഇത് ഹരിയാന ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സായിരുന്നു. അങ്ങനെ നമ്മൾ വെച്ച് വിട്ട് പോവുകയാണ് നമ്മുടെ ട്രിപ്പ്. ഇതൊക്കെ നമ്മുടെ തണുപ്പത്ത് നമ്മുടെ ഹരിയാനയ്ക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഒരു മങ്ങിയ വെളിച്ചത്തിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നേരെ മഞ്ഞ്, ഇങ്ങോട്ട് പോവാണെങ്കിൽ
ഇതിപ്പോ മഞ്ഞ്. ഇത് ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ ആട്ടോ, നമ്മുടെ അടുത്തൂടെ പോകുന്നതാണ്. ഇതുവഴി ഡൽഹി, രാജസ്ഥാൻ പല സ്ഥലങ്ങളിലും പോകും. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മണൽ കാണണം രാജസ്ഥാനിൽ പോകണമെങ്കിൽ ആ വഴി പോകണം, മഞ്ഞ് കാണണമെങ്കിൽ നേരെ നമ്മളിപ്പോൾ മഞ്ഞ് കാണാനാണ് പോകുന്നത്. അഥവാ കടൽ കാണാനാണെങ്കിൽ മറ്റേ വഴി എന്നാണ് ഇരാക്കെ പറഞ്ഞത്. അതായത് നമ്മൾ ആദ്യം ഗുജറാത്തിൽ പോയി ആ സോൾട്ടിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ഉപ്പ് ഖനി, അതൊക്കെ കാണാമെന്നാണ് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നേരെ മഞ്ഞ് കാണാൻ തന്നെ പോവുകയാണ്. അപ്പം നമ്മുടെ ഓറിയോയിൽ വന്നേക്കോ, ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഓറിയോയുടെ ഒരുപാട് വട്ടം. അവിടെ വന്ന് ഇതേ പക്കോടയും ചായയും കുടിക്കുക. കാരണം രാക്കെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ലഞ്ച് കഴിച്ചല്ലോ, തൽക്കാലം ഇത് മതി, പിന്നെ ഇനിയിപ്പോൾ ഹോട്ടലിൽ ചെന്നിട്ട് ഡിന്നർ കഴിക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ ചായയും പക്കോട മാത്രമേ കഴിച്ചുള്ളൂ. അവിടെ നിന്ന് ഇതേ ഇറങ്ങി. അങ്ങനെ നമ്മൾ ചണ്ഡീഗഡിൽ എത്തി കേട്ടോ. ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഡെക്കാത്ലോണിൽ പോയി കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് അതും നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ട് ഈ ഹോട്ടലിൽ പോകത്തുള്ളൂ. അപ്പം നമ്മുടെ ഡെക്കാത്ലോൺ എത്തി. ഇവിടെ നിന്ന് മെയിൻലി ഷൂസാണ് വാങ്ങേണ്ടത്. നമ്മുടെ നോർമൽ ഷൂസ് അവിടെ പറ്റില്ല, മഞ്ഞിൽ നനഞ്ഞകത്ത് നമുക്ക് കാലിൽ നല്ല പ്രൊട്ടക്ഷൻ വേണം, അതാണ്. അപ്പോൾ അതെ, ഇതാണ് നല്ല പാർക്കിങ് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒത്തിരി ഡെക്കാത്ലോൺ ഉണ്ടല്ലോ, ഇവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പറാട്ടോ. Waterproof coated 5000 H2O. എങ്ങനെ ഉണ്ടാവും എനിക്ക്? ആ എന്റെ വയറുള്ള കാരണം ഇത് വേണ്ടി വരൂടി. നന്നായിട്ടുണ്ട്, നല്ലായിട്ടുണ്ട്. അപ്പോൾ ഒരു ചുമട് സാധനങ്ങളുമായി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാട്ടോ. രാത്രി ഇറങ്ങി പോകുന്നുണ്ട്. ഇനി നേരെ ഹോട്ടലിലേക്ക് 10 മിനിറ്റോളം ഹോട്ടലിലേക്ക് വിടുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ യാത്ര തുടരും. അപ്പം മറ്റുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.